കടലാമകൾ സമുദ്രത്തിലെ അത്ഭുത ജീവികളാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്ന ഇവ സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രധാന കണ്ണിയാണ്. 7 വ്യത്യസ്ത ഇനം കടലാമകളാണ് ഇന്ന് ലോകത്തുള്ളത്. ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകളും ജീവിത രീതികളുമുണ്ട്. കടലാമകൾ ജലജീവികളാണെങ്കിലും മുട്ടയിടാനായി അവ കരയിലേക്ക് വരുന്നു. അവയുടെ മുൻകാലുകൾ തുഴകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇത് അവയെ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്നു. പിൻകാലുകൾ ദിശ നിയന്ത്രിക്കാനും മണലിൽ കുഴിയുണ്ടാക്കാനും ഉപയോഗിക്കുന്നു. കടൽപ്പായൽ, ജെല്ലിഫിഷ്, ചെറിയ മത്സ്യങ്ങൾ, ഞണ്ടുകൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ആഹാരം. ചില ഇനങ്ങൾ പ്രത്യേക ഭക്ഷണരീതി പിന്തുടരുന്നു. ഹോക്സ്ബിൽ കടലാമകൾ പവിഴപ്പുറ്റുകളിലെ സ്പോഞ്ചുകളെ ഭക്ഷിക്കുന്നു. കടലാമകളുടെ പ്രജനന രീതി സവിശേഷമാണ്. പെൺകടലാമകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് അവ ജനിച്ച തീരത്ത് തന്നെ മുട്ടയിടാനായി തിരിച്ചെത്തുന്നു. രാത്രിയുടെ മറവിൽ അവ മണൽ നിറഞ്ഞ സ്ഥലങ്ങളിൽ കുഴിയുണ്ടാക്കി 100-ൽ അധികം മുട്ടകൾ വരെ ഇടാറുണ്ട്. മുട്ടയിട്ട ശേഷം അവ തിരികെ കടലിലേക്ക് പോകുന്നു. സൂര്യരശ്മിയേറ്റ് ഏകദേശം 45 മുതൽ 60 വരെ ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരുന്നു. കൂട്ടത്തോടെ അവ കടലിലേക്ക് നീങ്ങുന്നു. ഈ യാത്രയിൽ പല കുഞ്ഞുങ്ങളും ഇരപിടിയന്മാരുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട്. വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ പ്രായപൂർത്തിയായി പ്രജനനത്തിന് എത്തുന്നുള്ളൂ. കടലാമകൾ പൊതുവെ ഏകാന്ത ജീവികളാണ്. ഇണചേരുമ്പോഴും മുട്ടയിടുമ്പോഴും മാത്രമാണ് അവ കൂട്ടമായി കാണപ്പെടുന്നത്. അവയ്ക്ക് മികച്ച കാഴ്ചശക്തിയും ദിശാബോധവുമുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്നുപോലും അവക്ക് തങ്ങളുടെ പ്രജനന സ്ഥലം കണ്ടെത്താൻ സാധിക്കുന്നു. അപകടം മണത്തറിയാനും പ്രതികരിക്കാനും അവയ്ക്ക് കഴിയും. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി കടലാമകൾ നിരവധി ഭീഷണികൾ നേരിടുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. കടൽത്തീരങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് മുട്ടയിടാനുള്ള സ്ഥലങ്ങളുടെ കുറവിന് കാരണമാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലാമകൾ ഭക്ഷിക്കുകയും അവയുടെ ദഹനവ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യുന്നു. രാസമാലിന്യങ്ങൾ അവയുടെ ആരോഗ്യത്തെയും പ്രത്യുത്പാദനശേഷിയെയും ദോഷകരമായി ബാധിക്കുന്നു. മത്സ്യബന്ധന വലകളിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ നിരവധി കടലാമകൾ മരിക്കുന്നു. കാലാവസ്ഥാ മാറ്റം, താപനിലയിലുള്ള വർധനവ് മുട്ട വിരിയുന്നതിനെയും കുഞ്ഞുങ്ങളുടെ ലിംഗനിർണയത്തെയും ബാധിക്കുന്നു. വേട്ടയാടൽ, മുട്ടയ്ക്കും ഇറച്ചിക്കുമായി ചിലയിടങ്ങളിൽ കടലാമകളെ വേട്ടയാടുന്നു. ഈ ഭീഷണികൾ കാരണം ഇന്ന് പല ഇനം കടലാമകളും വംശനാശ ഭീഷണിയിലാണ്. ഈ അത്ഭുത ജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്. അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, മലിനീകരണം നിയന്ത്രിക്കുക, അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികൾ ഒഴിവാക്കുക തുടങ്ങിയ നടപടികളിലൂടെ നമുക്ക് കടലാമകൾക്ക് ഒരു സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.